Dear friends, welcome back again. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ദാൽ കറി. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു സവാള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അത് സവാള, തക്കാളി, പച്ചമുളക്, പരിപ്പ് തുടങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കറി തട്ടിക്കൂട്ടണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചൂസ് ചെയ്യാം. ഞാനിവിടെ സവാള ഓൾമോസ്റ്റ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിനി ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു തക്കാളി കൂടെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയോടെ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം 2 പച്ചമുളക് നെടുകെ പിളർന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്കൊരു 3 to 5 മിനിറ്റ്സ് ചെറിയ തീയിൽ വേവിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ടേൺ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ നന്നായിട്ട് റിലീസായതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 റെഡ് ചില്ലിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയുടെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദാൽ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.